അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഉന്നക്കായൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടോ. ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം പൊഴിഞ്ഞ് എടുത്തത് കേട്ടോ. ഇനി ഇത് തൊലി കളഞ്ഞാണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിക്കണേ, അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഇട്ടെടുത്തിക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കടല ഇട്ടെടുത്തിക്കണം. കടല ഒന്നിട്ട് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങ ഇട്ടെടുക്കണം കേട്ടോ. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കടല മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയെടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയൊക്കെ പിന്നെ നമ്മൾ എടുക്കണ പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 6 പഴമാണ് എടുത്തുക്കുന്നത്. അതിലേക്ക് അരമുറി തേങ്ങയാണ് ഇട്ടെടുത്തത്. ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അവസാനമാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ തീ ഓഫ് ആക്കിയിരിക്കണേ. ഈ പഴം ഒരു ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. പഴമൊക്കെ ഇവിടെ സ്റ്റീൽ ഗ്ലാസ് വെച്ച് നല്ലതും ഉടച്ചെടുത്തിക്കണം കേട്ടോ. ഇനി കയ്യുമ്മ ലേശം എണ്ണ ആക്കിക്കണേ. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളെടുത്തുകൊണ്ട് ഓരോന്ന് ഉരുളാക്കുക കേട്ടോ. എന്നിട്ട് കയ്യിലിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടിട്ട് കൊടുക്കുക തേങ്ങൻ്റെ. ഇത് ഉള്ളിലാക്കിയാണ്ട് ഇത് കവർ ചെയ്യുക. ഇത് മൊത്തം ഓരോന്നും ഈ രീതിയിൽ ആക്കിയെടുക്കട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഷേപ്പാക്കി എടുക്കണ്. കറക്റ്റ് ഷേപ്പൊന്നും ആയി കിട്ടിയിട്ടില്ല. ഇത് ഉടയാത്ത സൈസ് പഴമാണ്, പൊടി കുറവില്ല പഴം, അതുകൊണ്ടാണ് ആ കറക്റ്റ് ഷേപ്പ് കിട്ടാത്തത് കേട്ടോ. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇതൊന്നും ഒരു ഭാഗം കളർ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് വെക്കാം. ഇതിപ്പോൾ എല്ലായിടത്തും കളർ മാറി വന്നിക്കണേ. ഇനി ഇത് ചട്ടിയിലെടുത്ത് മാറ്റാം കേട്ടോ. ഉണ്ടാക്കണേ. അപ്പം നമ്മളെ ഉന്നക്കായൊക്കെ ഇവിടെ റെഡി ആയിക്കുന്നുണ്ടോ. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ചൂട് ഞാൻ ഈ എണ്ണയിൽ നിന്ന് കോരിയെടുത്തേക്കാണ് കൈ വെച്ച് മുറിച്ചാൽ നിന്നത്. അപ്പോൾ ചൂടുകൊണ്ട് അത് വയ്ക്കണില്ല. അപ്പോൾ കത്തി കൊണ്ടൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഫില്ലിങ് നമ്മൾ എടുക്കണ പഴം, ആ പഴം കൊണ്ട് എത്ര ഉന്നക്കായാണ് ഉണ്ടാക്കണമെന്നില്ല കണക്കും വെച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 6 പഴം എടുത്തിന്, അതിൽ നിന്ന് ഒരു 13 ഉണ്ടാക്കിയിരിക്കണം. അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 13 അതിൻ്റെ ഫില്ലിങ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി വെച്ച തേങ്ങ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി നല്ല രസമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക, അതിലോളൊന്ന് പ്രസ് ചെയ്യണേ.